പ്രത്യക്ഷ ഗണപതിയായിട്ടാണ് ആനയെ കാണുന്നത്. ഗണപതി എന്നുള്ളൊരു മിത്ത് തന്നെ നമുക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരാളുടെ തല വെട്ടിയിട്ട് ആനയുടെ തല വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മിത്താണല്ലോ. മിത്തിലാണ് ഇതെല്ലാം. അതാണ് സാറൊരു ഡോക്ടറല്ലേ, ഡോക്ടറല്ലേ സിമ്പിൾ ആയിട്ട് ലോജിക്കായിട്ട് അല്ല, ഞാനൊരു മനുഷ്യനാണ്, എന്റെ തല വെട്ടിട്ട് ആനയുടെ തല വെക്കാൻ സാറിന് പറ്റുമോ ഇല്ലയോ? അതായത് അതൊരു ഇതിങ്ങനെ ഒരു സ്വാഭാവിക പ്രോസസ്സിലൂടെ ജീവിക്കുന്ന ഒരു ജീവിനെ നമ്മൾ കൊണ്ടുവന്ന് നാട്ടാന പരിപാലനം എന്ന് പറയുകയും ഇതിനെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകാറുണ്ട്. മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണോ ഒരു ജീവനെ വളർത്തുന്നത്? ഭയം കൊണ്ട് ഓടിയതായിരിക്കാം. ആന ഭയം, ദേഷ്യം ഇതൊക്കെ ഉണ്ടാവുന്ന മൃഗമാണല്ലോ. പെട്ടെന്ന് ഭയപ്പാടിൽ ഓടിപ്പോയതായിരിക്കും. സാറ് തന്നെ പറഞ്ഞു ഇത് പേടിക്കുന്ന ഒരു ജീവിയാണ്. ഉത്സവങ്ങൾ കൊണ്ടേ നിർത്തി എത്രയോ പേർക്ക് ജീവന് അപകടമുണ്ട്. ശരിയാണ്. ഞാനിപ്പോൾ 10-750 ആനകളെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അപ്പം മയക്കുവെടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഈ സിറിഞ്ച് പാസ് ചെയ്യണ ഒരു പ്രൊസീജിയർ നമ്മളല്ല നേരിട്ട് ചെയ്യണം, മറിച്ച് ഡ്രോൺ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ അവിടെ ഉള്ളൂ. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ടെക്നിക്കലി നമ്മൾ ദൂരെ നിന്നിട്ട് റിമോട്ടിൽ ഞെക്കുമ്പോൾ, പറത്തിയിട്ട് ഞെക്കുമ്പോൾ അത് അതിൻ്റെ ഡമ്മിയിൽ പോയിട്ട് പതിക്കുക, അതൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചു. വെറ്റിനറി ഡോക്ടർ PB ഗിരിദാസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം സാറേ. സാർ VRC എടുത്തു അല്ലേ വെറ്റിനറിയിൽ നിന്ന്? അത് പെട്ടെന്നൊരു VRC എടുക്കാൻ കാരണം? VRC എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ആന ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ആനകളെ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൂരങ്ങളൊന്നും നടക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ നടക്കുമ്പോൾ ജോലിയും പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നു കാണുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക, ഒരു എന്താ പറയുക, ഒരു സിസ്റ്റത്തിലിരുന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് നമ്മുടെ വായ്മൂടി കിട്ടിയിരിക്കും. അപ്പം അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ ഇനി അടുത്ത് വരാൻ പോകുന്ന തലമുറയ്ക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ഇല്ലാണ്ടായി പോകാന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് ദുഃഖകരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഇപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം. 2018 മുതൽ ഞാൻ ആരംഭിച്ചതാണ്. പക്ഷെ ഇതുവരെ അതൊരു കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. പല പ്രശ്നങ്ങളാൽ NGOകളുടെയൊക്കെ അതിപ്രസരണം മൂലം തടസ്സം നിൽക്കുക. കാരണം ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് അനുവദിക്കാത്തൊരവസ്ഥ നമ്മൾ മുന്നിൽ കാണുക. അപ്പോൾ അതിന് ശക്തമായിട്ട് നേരിടണമെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ഇതിനൊക്കെ നടക്കുള്ളൂ. അപ്പോൾ തൃശ്ശൂർ പൂരമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ഞാൻ ഇതിൽ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ VRC ഒക്കെ എടുത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടണമെങ്കിൽ ഒരു സാധാരണ ഒരു സിറ്റിസൻ്റെ ഇടപെടലാണ് ഏറ്റവും പ്രയോജനകരമാവുക. ഒരു സർവീസ് മൈൻഡഡ് പേഴ്സൻ്റെ ഇടപെടലിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാർ. ഇപ്പം സാറിൻ്റെ അടുത്തിടെ ഒരു വാർത്ത ഞങ്ങൾ ഡ്രോൺ കണ്ടുപിടിച്ചു, മയക്ക് വെടി വെക്കാനുള്ള ഡ്രോൺ കണ്ടുപിടിച്ചു, ആനകളെ മയക്ക് വെടി. അപ്പം ഇത് പ്രധാനമായിട്ടും സാർ ഒന്ന് കണ്ടുപിടിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? രണ്ട്, ഇത് ഈ കാട്ടിലെ ആനകളെ ആണോ അതോ എന്താണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? 1995-ലാണ് പാറമേക്കാവ് രാജേന്ദ്രൻ എന്ന ആന കൈപ്പറമ്പിൽ വെച്ചിട്ട് എൻ്റെ അധ്യാപകൻ പ്രഭാകരൻ സാറിനെ അറ്റാക്ക് ചെയ്യുകയും മയക്കുവെടി വയ്ക്കാൻ പോയ പ്രഭാകരൻ സാറിനെ പണിക്കർ സാറിനെയും ചേസ് ചെയ്യും. പണിക്കർ സാർ വേറെ സ്ഥലത്തേക്ക് പോവുകയും പ്രഭാകരൻ സാർ മറ്റു സ്ഥലത്ത് വീഴുകയും, വീണ പ്രഭാകരൻ സാറിനെ ആന കൊമ്പുകൊണ്ട് അടിക്കുകയും ലിവർ ഡാമേജ് വരികയും ബ്ലീഡിങ് ഉണ്ടായി. ഇത് ആ സ്പോട്ടിലേക്ക് ഞാൻ എത്തുന്നത് കുറച്ച് വൈകിട്ടാണ് എത്തിയത്. ഞാൻ കുന്നംകുളത്ത് ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. വന്നപ്പോൾ സാറിനും കയറ്റി നമ്മൾ തോർത്തുകൊണ്ടൊക്കെ കെട്ടി സാറിനെ വെസ്റ്റ് കോട്ട് ആശുപത്രിയിൽ എത്തിച്ചു. സാറ് മരണപ്പെട്ടു. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഉണ്ടാവുന്ന ഒരു ദുരന്തം നമ്മൾ നേരിൽ കണ്ടു. ആ 95-ൽ തുടങ്ങിയ ഒരു വിളക്കാണ്. ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുകയായിരുന്നു മനസ്സിലായി. എപ്പോഴെങ്കിലും സാധാരണ ആനയുടെ മയക്കുവെടി എന്നൊക്കെ പറയുന്നത് റിമോട്ടായിട്ട് ആനയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് റിമോട്ടായിട്ട് ചെയ്യലാണ്. അത് എങ്ങനെ റിമോട്ടായിട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ ആദ്യമായി ആനേനെ മയക്കുവെടി വയ്ക്കുന്നത് ഡോക്ടർ കൈമാൾ, ഡോക്ടർ ചീരാൻ, ഡോക്ടർ പണിക്കർ, ഈ മൂവർ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അവരാണ് ആദ്യം ലോകത്തിൽ ആരംഭിച്ചത് ഈ മയക്കുവെടി എന്ന് പറയുന്നത്. അതുപോലെ ഈ ഡ്രോൺ സംവിധാനം ലോകത്തിൽ ഞാനാണ് ഇപ്പോൾ തുടങ്ങിയത് ആദ്യമായിട്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു പ്രൊഫഷനിലും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ സുഹൃത്ത് ഗോപകുമാർ, ആനയുടെ പത്തനംതിട്ടയിൽ ആള് ആനയുടെ അറ്റാക്കിൽ പെട്ടെന്ന് ആന അമർത്തി മയക്കുവെടി വെച്ച് തിരിഞ്ഞ് ഈ ഗോപനെ ആക്രമിക്കുകയും ഗോപൻ മരണപ്പെടുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടാക്കിയ സംഗതികളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ചിന്ത വന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ അടുത്ത കാലം നടന്നപ്പോൾ ഡ്രോണിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മയക്കുവെടി നമുക്കതിൽ ചെയ്തോളൂ എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിൽ വന്നു. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ആലോചിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് അതെങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗണ്ണുകളുണ്ട്. അത് വെച്ചിട്ട് അതിൽ ഒരു പേലോഡ് ഉണ്ടാക്കി
ചെയ്യാനായിട്ടുള്ളൊരു നടപടി ആദ്യം ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ തുടക്കം ആദ്യമായി ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സ് ഉണ്ട്. അത് ആദ്യം പോയി പഠിച്ചു. അത് ലൈസൻസ് എടുത്തു. അല്ലാതെ നമുക്ക് ഡ്രോൺ വാങ്ങിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഡ്രോൺ മേടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസൈനിങ്ങും നമ്മുടെ സുഹൃത്തുണ്ട് വിനോദ് ഞാനുമായി ഇരുന്ന് ആലോചിച്ച് ഒരു ഡിസൈൻ ചെയ്തു. പിന്നെ അതിലേക്കുള്ള യാത്രയായി. പിന്നെ അത് നമ്മൾ എങ്ങനെ അത് പ്രവർത്തിക്കുക എന്നുള്ള ഇതായി. അങ്ങനെ ഇത് ഞാൻ മറ്റേ മന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു അത് നല്ലൊരു ആശയമാണ്. തൃശ്ശൂരിലെ ആനകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ആനപ്രേമിയാണ്. അദ്ദേഹത്തിന് അതൊരു താല്പര്യം ജനിച്ചു. അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹം അത് സ്പോൺസർ തന്നെ ചെയ്തു. ഒരു 9 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് തരികയാണ് ഇതിൻ്റെ മൊത്തം ചിലവായിട്ട്. അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിന് ആനകളോട്. അപ്പോൾ ആനകൾക്ക് വേണ്ടി എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിനു വേണ്ടി കൂടെ നിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെയാണ് ഈ ഡ്രോൺ നിലവിൽ വന്നത്. ഇത് പിന്നെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ സാറിനെ കൊണ്ട് അത് അൺവീൽ ചെയ്യിച്ചു കഴിഞ്ഞ മാർച്ച് 1-ന്. അപ്പോൾ അതൊരു ജീവിതത്തിൽ നമ്മളിത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണകരമാവാനാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കുക, ആനയുടെ ജീവൻ രക്ഷിക്കുക, നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുക, ഇത് ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവൻ രക്ഷിക്കുക. അത് കാട്ടിലായാലും ചെയ്യാം, നാട്ടിലായാലും ചെയ്യാം. അതൊരു അപകടകരമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അപ്പോൾ എന്താ പറയുക, മേക്കിംഗ് ഇന്ത്യയുടെ മറ്റൊരു രൂപമാണ്. നമുക്കും പലതും കണ്ടുപിടിക്കാൻ പറ്റുന്ന അടുത്ത തലമുറയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നത്. ആനയെ മയക്കുവെടി വെച്ച് ടെസ്റ്റ് ചെയ്തിരുന്നോ? അല്ല, നമ്മളൊരിക്കലും ഇത് പൈലറ്റ് ഇറക്കിയതേ ഉള്ളൂ സാറ്. അതായത് നമ്മൾ ഡമ്മികൾ ഉണ്ടാക്കി അത് പറത്തിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കത് റിയൽ ടൈം ക്യാമറയിൽ കാണാം എവിടെയാണ് അതിൻ്റെ പൊസിഷൻ. ആ പൊസിഷനിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് റിമോട്ടിൽ ചെയ്യുമ്പോൾ സിറിഞ്ച് പാസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ 10-750 ആനകളെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മയക്കുവെടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഈ സിറിഞ്ച് പാസ് ചെയ്യണ ഒരു പ്രൊസീജിയർ നമ്മളല്ല നേരിട്ട് ചെയ്യണം, മറിച്ച് ഡ്രോൺ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ അവിടെ ഉള്ളൂ. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ടെക്നിക്കലി നമ്മൾ ദൂരെ നിന്നിട്ട് റിമോട്ടിൽ പറത്തിയിട്ട് ഞെക്കുമ്പോൾ അതിൻ്റെ ഡമ്മിയിൽ പോയിട്ട് പതിക്കുക. അതൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചു. അത് വിചാരിച്ചൊരു ആന അടഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അത് അവസരം വരുമ്പോൾ നമ്മളത് ചെയ്യും. ഇപ്പം ഈ പറഞ്ഞ ഡ്രോണിന് ഇത്ര ഫീറ്റിൽ നിന്നിട്ടായിരിക്കത്തില്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ആ ഫീറ്റില് ഈ ആനയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് ഇല്ല, അതല്ല ഹൈറ്റിൽ പോകും. ഇതിപ്പോ ആനയുടെ തുമ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ 5 മീറ്റർ ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആനയ്ക്ക് അത് തൊടാനൊന്നും പറ്റില്ല. പിന്നെ ആന അടുത്ത് കൊണ്ടുവരണോന്ന് അറിയാനാണ്. അല്ലല്ലോ, അത് നമുക്ക് ഒരു 50 മീറ്റർ അകലെ നിന്നിട്ട് ആനയുടെ 50 മീറ്റർ ഹൈറ്റിൽ നിന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളൊരു 1 പോസ്റ്റ് നെക്സ്റ്റ് പോസ്റ്റ്, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് പറയുക. പൊതുസ്ഥലങ്ങളിൽ ആന നിൽക്കുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിനാണ് അടുത്ത ഇലക്ട്രിക് പോസ്റ്റുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റേഞ്ച്. അത് നമുക്ക് കറക്റ്റ് അവിടെ ഓൾറെഡി ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു പോസ്റ്റൊക്കെ റോഡിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ആ റേഞ്ചിൽ ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷാർപ്പ് ഷൂട്ടിങ്. എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ മയക്ക് വെടി വെക്കുക എന്ന് പറയുന്നത് ശരിക്കും ആനയുടെ ഏതെങ്കിലും പൊസിഷനിലേക്കാണോ, ലൈക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തേക്കാണോ? അതിലെന്താണ് യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് എത്ര മണിക്കൂർ കൊണ്ടാണ് ആന മയങ്ങണത്? ഇതൊന്ന് പറയാമോ? മയക്കുവെടി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. ഇഞ്ചക്ഷൻ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, ആന അടഞ്ഞു നിൽക്കല്ലേ. അപ്പോൾ ആന എടുത്തു പോയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് റിമോട്ട് ദൂരെ നിന്ന് ഒരു പ്രൊജക്ടറാണ്, ശരിക്കും ഒരു പ്രൊജക്റ്റ് ചെയ്യാണ്. സിറിഞ്ച് അവിടെ നിന്ന് സിറിഞ്ച് പ്രൊജക്ടർ എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഭാഷയിൽ അതിനെ ഒരു തോക്കിൻ്റെ ഉള്ളിൽ നിന്ന് അത് സിറിഞ്ച് തെറിച്ചുകൊണ്ട് അത് വെടിവെക്കുന്ന രീതിയിൽ മയക്കുവെടി എന്നായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ തോക്കും ഇതായിട്ട് ഒരു ബന്ധമില്ല. അതിൽ പിന്നെ സിറിഞ്ചിൽ മരുന്ന് നിറച്ചിട്ടുണ്ട്. ആ മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അത് സൈലസിൻ ഹൈഡ്രോക്ലോറൈഡ് കീറ്റമിൻ എന്ന മരുന്നുകളുടെ കോമ്പിനേഷൻ. അത് നമ്മളൊരു നിശ്ചിത അളവിൽ അതിന് ഓരോ ആനയ്ക്കും കൃത്യമായ ഡോസുകളുണ്ട്. ഇത്ര കിലോഗ്രാം, ഇത്ര ടൺ വെയിറ്റ് ഉണ്ട്, 4.5 ടൺ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈലസിൻ കീറ്റമിൻ കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കും. അത് എന്നിട്ട് അതിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പിന്നെ അതിന് നടക്കാൻ പറ്റാതെ വരുള്ളൂ, വേറെ ഒന്നുമില്ല, വീഴൊന്നുമില്ല. ആനയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് പോയിട്ട് പതുക്കെ ചങ്ങലയിട്ട് അതിനെ മാറ്റി കെട്ടാൻ പറ്റും. ചങ്ങല വിട്ടിരിക്കുന്ന സമയത്ത്, ചങ്ങല പൊട്ടിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണല്ലോ, പാപ്പാൻ അനുസരിക്കാത്ത സമയത്താണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൽ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആന സേഫായി. പിന്നെ ആന അതിൻ്റെ കൺട്രോള് മരുന്നിൻ്റെ ഇത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഡേഷൻ കഴിയും, തിരിച്ച് നോർമലാവും. അതാണ് 3-4 മണിക്കൂർ കഴിയുമ്പോൾ സാധാ നോർമൽ. അപ്പോഴും ഈ പറയുന്ന ഈ ഇടയുന്ന ആനയ്ക്ക് ഈ 3-4 മണിക്കൂർ കൊണ്ട് പിന്നെ എന്താണ് മാറ്റം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. അത് ആ സമയത്ത് ഇതൊരു ഭയം കൊണ്ട് ഓടിയതായിരിക്കാം. ആന ഭയം, ദേഷ്യം ഇതൊക്കെ ഉണ്ടാവുന്ന മൃഗമാണല്ലോ. പെട്ടെന്ന് ഭയപ്പാടിൽ ഓടിപ്പോയതായിരിക്കും. പിന്നെ അതിനെ
പിടിച്ചു കെട്ടാൻ ഒരു ഭയം വരുമ്പോൾ ഒരു സമരസപ്പെട്ട് പോകാൻ പറ്റില്ല. പാപ്പാനും നാട്ടുകാരും അതും ആനയുമായിട്ട് സമരസപ്പെടണ്ടേ. അതിൻ്റെ ബ്രേക്കിംഗ് ഉണ്ടാവും. ആ ബ്രേക്കിങ്ങിലാണ് ആന വയലൻ്റ് ആവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മയക്ക ഇഞ്ചക്ഷൻ കൊടുത്താൽ ആന നോർമലായി പിന്നെ ചങ്ങലയൊക്കെ കെട്ടി ആനനെ പാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന നോർമൽ പൊസിഷനിലേക്ക് വരും. ഈ ഭയപ്പാട് വരുത്താനുണ്ടാകുന്ന സാഹചര്യം അത് ചിലപ്പോൾ ആളുകൾ പെട്ടെന്ന് ആര് തന്നെ ആയാലും പെട്ടെന്ന് ഒരാൾ മുന്നിൽ കയറി വരുമ്പോൾ പല ബൈക്ക് ഒന്ന് മുന്നിൽ നിന്ന് ചവിട്ടുക, ജീപ്പ് ഒന്ന് ചവിട്ടുക, ആംബുലൻസ് ഒന്ന് തട്ടുക, അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഒരു ക്രിയേഷൻ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കരമായ ബഹളം, ആളുകൾ തമ്മിൽ തല്ലിവിടുക. പോക്കറ്റ് അടിക്കാർ ആനേനെ ഓടിക്കാറുണ്ട്. ആന അടഞ്ഞുകൊണ്ട് ചാടുമ്പോൾ ആനയും പേടിക്കുക. ആന ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഗ്യാസ് ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ച വഴിക്ക് ആനകളെല്ലാം പേടിച്ച് ഓടി അവിടെ നിന്ന് പാലക്കാട്. അപ്പം അതൊക്കെ സാധാരണ നടക്കാത്ത സംഭവങ്ങൾ പെട്ടെന്ന് നടക്കുമ്പോൾ നോർമലി നടക്കുന്നതൊന്നും കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ കണ്ട് ആരും മനുഷ്യനായാലും പേടിക്കും, മൃഗമായാലും പേടിക്കും. സാറേ, സാറിപ്പം കേന്ദ്രത്തിന്റെ നാട്ടാന പരിപാലന സമിതി അംഗമാണ്. സാറ് തന്നെ പറഞ്ഞു ഇത് പേടിക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെയുള്ള ജീവിനെ ഇത്രയും ആളുകളൊക്കെ കൂടുന്ന ഉത്സവങ്ങൾ കൊണ്ടേ നിർത്തി അത് എത്രയോ പേർക്ക് ജീവന് അപകടം ഉണ്ടാകും. ശരിയാണ്. പേടിക്കാത്തവരാരുള്ളത്? അല്ല, നമ്മൾ പേടിച്ചാൽ നമ്മൾ ഒരാളെ കൊല്ലില്ല. അതല്ല, അതായത് കൊല എന്ന് പറയുന്നത് ഇപ്പൊ കൊതു വന്ന് കടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് പേടിയല്ലല്ലോ. പേടിയല്ല, ദേഷ്യം വരും, വേദന വരും, അപ്പൊ തന്നെ കൊല്ലും. അതൊരു മനുഷ്യന് ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഉണ്ട്. പേടി കൊണ്ട് ആന ഒരാളെ പോയി അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് അല്ല, അങ്ങനെ എപ്പോഴും ഓടുന്നില്ലല്ലോ. തൃശ്ശൂർ പൂരത്തിൽ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. അതിന് ഒരു കോയിന്റെ 2 വശാ. ആന എത്രയോ 30 ആനനെ തൃശ്ശൂർ പൂരത്തിന് 15 എഴുന്നള്ളിക്കുമ്പോൾ ഒരു പേടിയും ഇല്ലാത്ത രീതിയിലുള്ള ആനകൾ അവിടെ നിൽക്കും. പേടിപ്പിച്ചാലും അത് മനസ്സിലാക്കുന്ന ആനകളുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. ഒരു വട്ടം ഒരു ആന അടഞ്ഞു വിചാരിച്ചിട്ട് എല്ലാ ആന അടയില്ല. അതൊരു വികാരങ്ങളാണ്. സ്നേഹം പറഞ്ഞാൽ മനസ്സിലാക്കുക. മതപ്പാട് ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർത്തവം മാറി വരുന്ന ഒരു കണ്ടീഷൻ. അവിടെ നമുക്ക് അത് നാച്ചുറൽ ഫിനോമിനനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മൃഗങ്ങൾ, ആനയ്ക്ക് കൊമ്പനാൾക്ക് മാത്രം മതം വരുള്ളൂ. പ്രായമായാൽ മതം ഉണ്ടാവില്ല. ഇല്ല, കൊണ്ടുപോയില്ലല്ലോ. മതക്കാല പരിചലനത്തോടുകൂടി കെട്ടിയിടല്ല ചെയ്യണത്. പിന്നെ അതല്ല ആനയ്ക്ക് ഇന്നത്. ഇപ്പൊ പണ്ട് പത്മനാഭൻ എന്ന ആനയ്ക്ക് മെയ് 15 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മതക്കാലം ആരംഭിക്കും. അന്ന് അപ്പൊ ആന പറയും, എന്നെ കൊണ്ട് കെട്ടിയിടാൻ പറയും. പാപ്പാൻ്റെ അടുത്ത് തന്നെ ഇനി അഴിച്ചു കൊണ്ടുകൊണ്ട് കെട്ടിയിടാൻ പറയും. അങ്ങനെ കെട്ടിയിടും. അതൊരു 3 മാസം നീണ്ടു നിൽക്കുന്ന 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ആ സമയത്താണ് ആ ആനയുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുന്നത്. ആ സമയത്താണ് ആനയ്ക്ക് മെയ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറവായിരിക്കും, മെയ്റ്റ് ചെയ്യില്ല. ഇതൊരു സോഷ്യൽ അനിമലാണ്. ഒരു ഗ്രൂപ്പിൽ ഈ ആനയ്ക്ക് ഒരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ മുടയാണ് ആദ്യം ഉണ്ടാവുക. ഒരു 16-18 വയസ്സിൽ മുട ഉണ്ടാവും. ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടി വരുന്നു. അത് കഴിഞ്ഞ് 18 കഴിഞ്ഞാൽ പിന്നെ അവന് വർഷത്തിലൊരു തവണ മസ്ത് വരും. ഈ മസ്ത് വരുന്നത് മീറ്റിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ കാട്ടിലൊക്കെ ആണെങ്കിൽ വേറെ ഗ്രൂപ്പിലത്തെ ഇതിന്റെ സ്മെല്ല് കേട്ടിട്ട് വേറെ ഗ്രൂപ്പിലത്തെ ഫീമെയിൽസ്, ഹീറ്റുള്ള ഫീമെയിൽസ് അടുത്തുനിന്ന് 2 പേരും കൂടിയിട്ട് മീറ്റ് ചെയ്യും. അതിനാണ് അത്. ആ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് പാടില്ല. അപ്പം അത് ഇൻബ്രീഡിങ് ഒഴിവാക്കാൻ അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള തള്ളയാന ഇവരെ പുറത്താക്കും ഗ്രൂപ്പിൽ നിന്ന്. മസ്ത് വന്നാൽ ഇവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. പിന്നെ അവിടെ ഇൻബ്രീഡിങ് ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം മതം എന്ന് പറയുന്നത് മതകാല പരിചരണം എന്നൊരു സിസ്റ്റം തന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ മഹട്രി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ആനപ്പാപ്പാൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയണതല്ല. ഇപ്പൊ ഭരതനാട്യം എന്നോട് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കലയാ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആനപ്പാപ്പാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ആനപ്പാപ്പാനാവാൻ പറ്റില്ല. ആനയെ മനസ്സിലാക്കണം, ആനയെ തിരിച്ചറിയാനും, ആനയോടൊത്ത് എന്താ പറയുക കൂടെ നടന്ന് ആനയെ കൊണ്ടു നടക്കാനുള്ള ഒരു മനസ്സ് വേണം. ആ മനസ്സിനെയാണ് നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. അത് അറിഞ്ഞ് പഠിക്കണം. ഇതറിയാത്തവരാണ് ആനപ്പാപ്പാമാർ ക്രൂരന്മാരാണെന്ന് പറയണു. ഒരാള് ചിലപ്പോൾ 1-2 അടി കൊടുക്കുന്ന അത് മാത്രം വീഡിയോയിലിടും, എന്നിട്ട് അത് കാണിക്കും. വാസ്തവത്തിൽ അവർ അതിനെ സ്നേഹിക്കുന്നതും അതിനെ എത്ര കണ്ട് സ്നേഹിക്കുന്ന അറിയുന്നവരാണ് നമ്മളൊക്കെ. കാരണം നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയി ആനേനെ കെട്ടിപ്പിടിച്ച് നമ്മളോട് മരുന്ന് കൊടുത്തോളം പറഞ്ഞ ആന എന്ന് പറയുന്നത് അവൻ്റെ സന്തത സഹചാരിമാരിയാണ് കൊണ്ടു നടക്കുന്നത്. ആനയ്ക്കും അറിയാം അതുപോലെ. നമ്മളിപ്പോൾ അവർ ആനയും പാപ്പാനെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വൈഫൈമാരിയാ, നമ്മുടെ വൈഫൈ ഉള്ളമാരിയാ. അപ്പുറത്തെ പാപ്പാൻ്റെ മനസ്സും ആനയുടെ മനസ്സും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റും. പുതിയൊരാൾ വരുമ്പോഴാണ് അത് ഡിസ്റ്റർബൻസ് വരുന്നത്.
അപ്പോഴാണ് ഈ വൈഫൈ ആണോ കണക്റ്റഡ് വൈഫൈ തകരാറിൽ വരുമ്പോഴാണ് പാപ്പന ആന ഒരു ഡിസ്റ്റൻസ് ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ആന ഒറ്റയ്ക്ക് പെടും. അല്ലെങ്കിൽ ആ പാപ്പാന്റെ കൺട്രോളിലായിരിക്കും ആന നിൽക്കുന്നത്. അതിനിപ്പോൾ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, മാറി നിന്നിട്ട് പറഞ്ഞാൽ മതി, മോൻ അവിടെ ഇരിക്കും. ഇപ്പം ഏതൊരു മൃഗമാണ് ഇപ്പോൾ നമ്മൾ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടോ? ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിക്കൽ നിർത്തും, അത് സ്റ്റോപ്പ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ നിർത്തും. കൊടുത്തുകൊണ്ടിരിക്കണം ഭക്ഷണം നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തൂ. വിശപ്പില്ലാത്ത നേരത്തേക്ക് വിശപ്പില്ലാത്ത നേരത്ത് കുഴപ്പമില്ല, നിർത്തൂ. വീട്ടിലെ പട്ടിനെ നമ്മൾ അല്ല, അത് അവരും കഴിച്ചോണ്ടിരിക്കും. അവർക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. അല്ല, ട്രെയിൻ ചെയ്യിപ്പിച്ചതുകൊണ്ട് ട്രെയിനിങ് ആയാലും പോലീസിനൊക്കെ ആയാലും അവർ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ആന അങ്ങനെയല്ല, ആന അത് വേണ്ട ചോളയ്ക്ക് പാപ്പൻ പറഞ്ഞ മാത്രം അനുസരിക്കും. അവിടെ വയ്ക്ക് വേണ്ട, ആളുകൾ പഴം കൊടുക്കും വേണ്ട മാറ്റി വയ്ക്കി, തണ്ണിമത്തം കൊടുത്ത് മാറ്റി വയ്ക്കി. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മൃഗമാണ് ആന. അല്ലാതെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞല്ല, ഒരു എക്സാഗ്രേഷൻ വേണ്ടി പറഞ്ഞല്ല. ആനകൾക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ 5000 വർഷങ്ങൾക്കൊക്കെ മുന്നേ ആന നമ്മുടെ ഭാഗമായത്. കുറച്ചും പറഞ്ഞല്ല, കാട്ടിലെ ആനകൾക്ക് മതപ്പാട് അല്ലെങ്കിൽ മേറ്റിംഗ്, അവരുടെ ഹീറ്റിംഗ് പീരീഡ് വരുമ്പോൾ അവരുടെ അമ്മമാർ തന്നെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ മാറ്റി നിർത്തി നിർത്തുന്നു. ഇതിങ്ങനെ ഒരു സ്വാഭാവിക പ്രോസസ്സിലൂടെ ജീവിക്കുന്ന ഒരു ജീവിനെ നമ്മൾ കൊണ്ടുവന്ന് നാട്ടാന പരിപാലനം എന്ന് പറയുകയും നാട്ടാനയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ കാട്ടിൽ കിടക്കുന്ന ഇതിനെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് നാട്ടാനെ ആക്കിയിട്ട് ഇതിനെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകാറുണ്ട്? അല്ല, നമ്മളെപ്പോഴും അങ്ങനെ ഒരു മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണോ ഒരു ജീവനെ വളർത്തുന്നത്? അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അല്ല, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് 2 അറ്റമുണ്ട്. ഒരു ചോദ്യത്തിന് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ പല മേഖലയിലേക്ക് പോകണം. ഒരു മൃഗത്തിനെ കൊണ്ടുവന്നു അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കണം, മെയ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല, കാരണം അതിനുള്ള പിടിയാനകൾ ഇല്ലാത്തതിനാൽ എന്ന് വേണം പറയാൻ. നമ്മളത് ശ്രമിച്ചതാ, ഗുരുവായൂർ ദിവസത്തിൽ ആനനെ മെയ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ അത് മെയ്റ്റ് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ ഒരു കൊമ്പനാനിൻ്റെ ഒരു പിടിയാനിയുണ്ട്. രണ്ടുപേരും മെയ്റ്റ് ചെയ്യാനായിട്ട് ഒരുമിച്ച് വിട്ടു, ഒരിക്കലും മെയ്റ്റ് ചെയ്തിട്ടില്ല അവർ. കാരണം അവരങ്ങനെ ഒരു മെയ്റ്റ് ചെയ്യുന്ന സ്വഭാവക്കാരല്ല. അതിന് അതിൻ്റെതായ ഒരു റിലേഷൻഷിപ്പ്, അതാണ് അവരുടെ ബുദ്ധിയുടെ ഒരു അളവെന്ന് പറയുന്നത്. ഓടിച്ചെന്ന് മെയ്റ്റ് ചെയ്യുന്ന ഒരു മൃഗമൊന്നുമല്ല ആന. അപ്പം സാറ് തന്നെ പറഞ്ഞു 5000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യനും ആനകളുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയത്. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതാണല്ലോ. അർത്ഥശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആനകൾ, അതായത് ഇപ്പോൾ അന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുരു ശിഷ്യന് 12 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എങ്ങനെയൊക്കെ ആയണം ഇനി അടുത്ത മുന്നിൽ. അപ്പോൾ എന്താ പറയുക, സിംഹത്തിനെ പോലെ ഗൗരവമുള്ളതായിരിക്കണം, ആനയെപ്പോലെ ക്ഷമയും വിവേകമുള്ളവനായിരിക്കണം, കാക്കയെപ്പോലെ വൃത്തിയുള്ളവനായിരിക്കണം, പന്നിയെപ്പോലെ എപ്പോഴും ഒരു സർവ്വസമയം ഇങ്ങനെ ജാഗരൂകരായിട്ടിരിക്കുന്നവർ. ഇങ്ങനെ പറഞ്ഞ് അന്നത്തെ ഇതിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയെക്കുറിച്ചിട്ട് വിവേകവും ബുദ്ധി അറിയാണ്ട് അവർ എഴുതി വയ്ക്കില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്, ഒരു സംസ്കൃതി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളതാണ്. അപ്പോൾ അത്രയും കാലങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന അമ്പലങ്ങളൊക്കെ പണിതിട്ടുള്ളത് എങ്ങനെയാണ്? അന്ന് JCB ഒന്നുമില്ല, ഈ ആനകളാണ്. താജ്മഹൽ പണ്ട് 1200 ആനകൾ ചെരിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് അന്ന് കാലത്ത്. അപ്പോൾ ഒരു കാലത്ത് ഈ ആനകളെ കൊണ്ട് നമ്മളെല്ലാം ചെയ്യിച്ചു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയും ആനയൊന്നും പാടില്ല, ആനയൊക്കെ കാട്ടിൽ മതി എന്ന്. അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? അവരെ നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ? കാട്ടിൽ സംരക്ഷണം ഇല്ല. ആരാ സംരക്ഷണം കൊടുക്കുന്നത്? അവരുടെ ജീവിത രീതി അങ്ങനെയല്ലേ? അങ്ങനെയാണ്. കാട്ടിൽ അവർക്ക് എന്നും ഈ അതിർത്തിയിൽ എന്താണ് കുഴപ്പം? നമ്മുടെ അതിർത്തികളിൽ എന്താണ് കുഴപ്പം? അവിടെ സുരക്ഷ എന്തിനു വെച്ചു എന്നുള്ളതാണ്. സുരക്ഷിതമായുള്ളൊരു അവസ്ഥ അതിർത്തികളിൽ ഉണ്ടാവില്ലേ? എന്നും പേടിച്ചിരിക്കണം വേണ്ടേ? അതുപോലെ രണ്ടാമത്തെ യുദ്ധമാണ് നമ്മുടെ വനങ്ങളിൽ നടക്കുന്നത്. വനാതിർത്തികളിൽ മൃഗങ്ങൾ അവിടെ ജീവിക്കുന്നത്, പുലി ജീവിക്കുന്നത് മാനെ തിന്നാനാ. മാൻ പുല്ല് തിന്നാലാണ് കാട് ശരിയാവുള്ളൂ. ഇതിനിടയിൽ ഇതൊന്നും ഇല്ലാത്തൊരു ജീവിയാണ് ആന. ശരിക്കും ആന ഒരു മെഗാ ഹെർബിവോറാ. ആന മറ്റുള്ള മൃഗങ്ങളുടെ അധികം ഭക്ഷണമൊന്നും ആവില്ല, കാരണം ആന ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ആനകളുടെ എണ്ണം അവിടെ കൂടുന്നു. പക്ഷെ ആനകളെ നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആര്? കൊമ്പിന് വേണ്ടിയിട്ട്. ഈ നമുക്കറിയാം ടാർഗറ്റഡ് ആണ്. 30 ആനക്കൊമ്പ് വേണം ഈ മാസം നമ്മൾ പറയില്ലേ, ഒരു ബിസിനസ് പഠിക്കണ മാതിരിയാണ് വീരപ്പൻ്റെ കാലത്ത്. അപ്പോൾ ഈ കൊമ്പനാനകളൊക്കെ ഇങ്ങനെ തട്ടി പോകുമായിരുന്നു. ആ സമയങ്ങളിലാണ് നമ്മുടെ ഗവൺമെൻറ് വാരികുഴി വെച്ച് കൊമ്പനെ പിടിച്ച് നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായിട്ട് കയ്യിൽ തന്നത്. പിടിയാനൊന്നും ആദ്യം പിടിച്ചു തന്നില്ല. എത്രയോ പിടിയാനങ്ങൾ കാട്ടിലുണ്ട്, ആരും പിടിച്ചു തരുന്നില്ല. അഥവാ പിടിയാനെ പിടിച്ചാൽ തിരിച്ചുവിടുക ചെയ്യുക. അത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഇനി അവിടെ ദൈവം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കൊമ്പനാനയുടെ കൊമ്പ് കാരണം കൊണ്ട് അത് മരണപ്പെടുന്ന ഉറപ്പായതുകൊണ്ടാണ് മോഴയാനനെ സൃഷ്ടിച്ചത്. ആ മോഴയാനും പിടിയാനും കൂടിയിട്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞ് കുട്ടികളുണ്ടാവും. അപ്പോൾ കൊമ്പനാനയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ. കൊമ്പനാനനെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പിതാമഹന്മാർ അതിനെ വേറൊരു കാര്യത്തിലേക്ക് ഉപയോഗിക്കാൻ എടുത്തു. അങ്ങനെയാണ് ഇതൊക്കെ വന്നത്. എന്ത് കാര്യത്തിന് ഉപയോഗിക്കും? അമ്പലങ്ങളിൽ ഉത്സവത്തിനൊക്കെ ഭക്ഷണം കൊടുത്ത് അതിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത് വളർത്തു, നന്നായി കൊണ്ടുവരൂ. പിന്നെ നമ്മൾ സിസ്റ്റങ്ങൾ ഉണ്ടാക്കില്ലേ, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആനനെ എഴുന്നള്ളപ്പൊക്കെ ആക്കിയിട്ട് ഇപ്പം നമ്മൾ തുടങ്ങിയതല്ലല്ലോ ആറാട്ടുപുഴ പൂരം. 1400 വർഷമായി, എത്രയോ വർഷമായി തൃശ്ശൂർ പൂരം വന്നിട്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭയങ്കര ക്രൂവൽറ്റിയാണ്, ഇതൊന്നും പാടില്ല. പിന്നെ നമുക്ക് വേറെന്താ സംസ്കാരമുള്ളത്? നമ്മുടെ സംസ്കാര സമ്പന്നമായ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ സംസ്കാരം, ഇപ്പോൾ നാട്ടിലൊരു പൂരമുണ്ട്, എൻ്റെ വീട്ടിൽ ഒരു പൂരമുണ്ട്, ആ പൂരം കാണാൻ ഞാൻ എവിടെയുണ്ടെങ്കിലും പോകും. കാരണം വെച്ചാൽ അത് എൻ്റെ നാട്ടുകാരെ കാണാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അവിടെ ഒരു പൂരം ഉണ്ടെങ്കിൽ ഒരു 3 ആന 4 ആന 5 ആന പൂരം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ആസ്വദിച്ച് ഒരു ചെറിയൊരു പരിപാടി, ഒരു 100-300 വീടുകളുണ്ടാവുള്ളൂ. അങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ സംസ്കാരത്തെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പൂരങ്ങൾ വന്നത്. അതൊരു മൈക്രോ എക്കണോമിയും കൂടിയാണ്, മനസ്സിലായോ? അതവിടെ പൈസ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്ന ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമത്തിനെതിരെ NGOകളുടെ പടപുരത്തിലാണ് ഇപ്പോൾ കാണുന്ന ആന വേണ്ട, ആന ഉണ്ടെങ്കിൽ മറ്റേതാണ്, ആന വേണ്ടവർക്ക് പോയാൽ മതി, ആരും ഒരാളെ നിർബന്ധിക്കുന്നില്ല. തൃശ്ശൂർ പൂരത്തിന് ആരെങ്കിലും നിർബന്ധിക്കണ്ട ഇന്നാൾ വരണം എന്നിട്ട്? നമ്മുടെ നാട്ടിലത്തെ പൂരത്തിന് പാർട്ടി സമ്മേളനത്തിന് വരണം എന്ന് പറയും, ഇല്ലേ? വരില്ലേ? പൂരത്തിന് വരണം എന്ന് ആരെങ്കിലും പറയുമോ? വന്നാൽ മതി, ഇഷ്ടമുള്ളവർ പോയാൽ മതി. അപ്പോൾ അതവിടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്, അത് നമ്മുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതാക്കാനായിട്ട് NGOകളുടെ ഒരു പടപ്പുറപ്പാടുണ്ട്. അത് ഹൈക്കോടതികളിൽ കേസ് കൊടുത്തിട്ട് ഇതൊക്കെ ഇല്ലാണ്ടാക്കുക, ആനകൾ വരുന്നത് ഇല്ലാണ്ടാക്കുക. ആന വന്നില്ലെങ്കിൽ പൂരക്ക് എന്താ കുഴപ്പം? പക്ഷെ ആന വന്നാലാണ് ഈ സംസ്കാരം നിലനിൽക്കുള്ളൂ. ഈ സംസ്കാരം നിലനിന്നാലാണ് നമ്മൾ പോവും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതോടുകൂടിയിട്ട് രാജ്യം അവസാനിച്ചു എന്ന് പറയാൻ പാടില്ലല്ലോ. ഇത് അടുത്ത തലമുറ കാണണ്ടേ? അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേറെ എന്തുള്ളത്? തൃശ്ശൂർ പൂരം യുനെസ്കോയിൽ അംഗീകാരമുള്ളതാണ്. അംഗീകാരം യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, വെറുതെ അംഗീകരിക്കില്ലല്ലോ. അത്രയും ഉള്ള സംഗതികളെ നമ്മൾ ഇല്ലാണ്ടാക്കി നമുക്ക് വേറെ എന്താ പറയാനുള്ളത്? ഒരു കാര്യം പറയണ്ടേ, ഇന്നത് ഞങ്ങളുടെ ഐക്കൺ എന്ന് പറയണ്ടേ? ഇപ്പോൾ നമ്മൾ പറയില്ലേ, തക്കാളി ഉത്സവമുണ്ട്, അല്ലെങ്കിൽ കാളപ്പോരുണ്ട്, സ്പെയിനിൽ കാളപ്പോരുണ്ട്. നമുക്ക് മാന്യമായിട്ട് പറയാമല്ലോ തൃശ്ശൂർ പൂരം ഉണ്ടെന്ന്. പക്ഷേ ഈ തൃശ്ശൂർ പൂരം എന്നിട്ട് UAE ഡിറ്റോ വെച്ചിട്ട് ആനയ്ക്ക് യന്ത്രാന വെച്ച് നടത്തണ്ടല്ലോ UAE ദുബായിൽ. അപ്പോൾ അതെന്ത് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ഇവിടെ ഇല്ലാണ്ടാക്കാന്ന് പറയുന്നതും അവിടെ നടത്താന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും ഈ ആനപ്പുറത്ത് വരിക എന്നുള്ളത് ഒരു കാലത്ത് നമ്മുടെ രാജാക്കന്മാർ അവരുടെ പവർ കാണിക്കാൻ വേണ്ടി, അതായത് ഈ ആന എന്ന് പറയുന്നത് വലിയൊരു ജീവിയാണ്, ആ ജീവിനെ മെരുക്കി ഒരാൾ കൊണ്ടുവരുന്നതും ആ ജീവിയുടെ പുറത്ത് വരുന്ന ഇയാളെന്തോ വീരശൂര പരാക്രമിയാണെന്ന് കാണിക്കാനുമായിരുന്നു. പിന്നീടാണ് സായി പറഞ്ഞ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഉത്സവങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അവിടെ ഒരു ആനപ്പുറത്ത് വരുന്ന ഒരാൾ എല്ലാവർക്കും ആനപ്പുറത്ത് കയറാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അത് ഒരിക്കലും രാജാവിനെ പാപ്പാന്മാരാണ് ആനയെ കൊണ്ടു നടക്കുക. അതില് ഒരു അതെ, എപ്പോഴാണ് പാപ്പാൻ ഉണ്ടായത്? ഞാൻ പറയുന്നത് പണ്ട് കാലത്ത്. ഇപ്പൊ നമ്മള് ജസ്റ്റ് സിനിമകളാണെങ്കിൽ എടുത്ത് നോക്കിയാൽ റെഫറൻസിൽ യുദ്ധങ്ങൾ വരുമ്പോൾ ആനപ്പുറത്ത് കയറിയിട്ടാണ് ആളുകൾ വരുന്നത്. കുതിരപ്പുറത്ത് രാജാവ് യുദ്ധത്തിന് പോകുമെങ്കിലും ഒരു വലിയ ഒരു സദസ്സിലേക്ക്, അതായത് എങ്ങനെയാ പറയാ, ഇപ്പം ഒരു നല്ല എന്താ പറയാ ഒരു ഒക്കേഷൻ, ഒരു കല്യാണം അങ്ങനെയൊക്കെ കാണുമ്പോൾ ആനയുടെ പുറത്തായിട്ടാണ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അതായത് ആനപ്പുറത്ത് വരുന്ന അത്രയും വലിയ ജീവി, അത്രയും വലിയ അയാൾ അത്രയും വലിയ പവർ ഉള്ള ഒരു മനുഷ്യനായിട്ട് കാണിക്കാനാണ് ഇത് കൊണ്ടുവരുന്നത്. ശരിക്കും അത് പിന്തുടർന്നിട്ടാണ് ഈ പറയുന്ന പൂരങ്ങളിലേക്കൊക്കെ ആനകളെ കൊണ്ടുവരുന്നത്. അതായത് പൂരങ്ങളിലേക്കൊക്കെ എന്ന് മുതലാണ് ഈ പൂരങ്ങളൊക്കെ നമ്മുടെ, ഞാൻ വെച്ചാൽ തൃശ്ശൂർ പൂരമല്ല, അതങ്ങ് മാറ്റി വെക്കാം, എനിക്ക് അവരുടെ ഭക്തരുടെ ഇടികൊള്ളാൻ എനിക്ക് വയ്യ. എന്ന് മുതലാണ് ആനേനെ എഴുന്നള്ളിക്കുന്നത്, അല്ലെങ്കിൽ ആനയ്ക്ക് ഇത്രയും വലിയ നെറ്റിപ്പട്ടമൊക്കെ കിട്ടി ഇത്രയും കാശ് മുടക്കി ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ എഴുന്നള്ളിക്കുക എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ തന്നെ ഒരുങ്ങിപ്പോ നീ എവിടെ എഴുന്നള്ളി പോവാന്ന് ചോദിക്കും. അതായത് ആ ഒരു ആനച്ചന്തത്തിൽ പോകുക എന്നുള്ള കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഞാനൊക്കെ സാധനം നീ എവിടെ എഴുന്നള്ളി പോകുന്നെന്ന് ചോദിക്കാം. അതായത് അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇത് എന്ന് മുതലാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജീൻസും പാൻറ് ഇട്ടിട്ട് ഭരതനാട്യം കളിച്ച ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു അഴകാണ് അതിന്റെ ഒരു പ്രധാന. അല്ല, ജീൻസ് ഇട്ടിട്ട് ഭരതനാട്യം കളിച്ച, അതാണ് അവിടെയാണ് വിഷയം. ജീൻസ് ഇട്ടിട്ട് ഭരതനാട്യം കളിച്ചാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ ആഭരണങ്ങളൊക്കെ ഇടുന്നെന്ന് ചോദിക്കും. അതിന് ഓരോന്നിനും ഓരോ രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ ഗാനത്തിലായാലും സരിഗമയ്ക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലേ? അതുപോലെ ആനകളെ ചന്തത്തോടെ എഴുന്നള്ളിക്കുക, അത്
ജനക്കൂട്ടത്തിൻ്റെ ഇടയോടെ വരുമ്പോൾ അത് കുറച്ച് ഉയരത്തിലായിരിക്കും വരിക. ഉയരത്തിൽ വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും. അതിന് മേലിരുന്ന് രാജാവ് വരേണ്ട ഉത്തരവാദിത്തം രാജാവിൻ്റെ കൂടി ഉത്തരവാദിത്തം. കാരണം അണികളെ എല്ലാവരും സുഖമായിട്ട് കാണാമല്ലോ ഒന്നില്ലേ, അതെ അതെ, അണികളെ കാണാം. പിന്നെ അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. ഇപ്പം നമ്മൾ ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് എന്തിനാ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം മാത്രമാണ് 365 ദിവസം ഒരു ദിവസമാണ് ഭഗവാൻ പ്രതിഷ്ഠ അവിടെ നിന്ന് എടുത്ത് ആവാഹിച്ച് നമ്മൾ ആനപ്പുറത്ത് കൊണ്ട് കാണിക്കുകയാണ് ചെയ്യണത്. അതിലെന്താ തെറ്റ്? അതിലെന്ത് തെറ്റുണ്ടെന്ന് പറയണത്? അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ അവരെ അഡ്മയർ ചെയ്യണതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ യുദ്ധങ്ങൾക്ക് കുതിരനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ്. അപ്പൊ ഈ ആന എന്ന് പറയുന്നത് ചതുരംഗത്തിലുണ്ടല്ലോ ആന. അപ്പൊ ആന നമ്മുടെ ഭാഗവാക്കാണ്. അതൊരു മറ്റുള്ള മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ നമ്മൾ ആരാധിക്കുന്നത് ഗണപതിയുടെ പ്രതിരൂപമായിട്ടാണ്. ഗണപതിയെ പോലെ തന്നെ അതിന് ഉള്ളിൽ ആരാധനയുണ്ട്. അതാരും കാണുന്നില്ല. നമ്മളെ പ്രത്യക്ഷ ഗണപതിയായിട്ടാണ് ആനയെ കാണുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. പക്ഷെ പലരും അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്ന ഒരു കോൺട്രവേഴ്സ്യൽ ടോക്ക് അവിടെയുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ ഗണപതി എന്നുള്ളൊരു മിത്ത് തന്നെ നമുക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരാളുടെ തല വെട്ടിയിട്ട് ആനയുടെ തല വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇതിനൊരു മിത്താണല്ലോ. മിത്തിലാണ് ഇതെല്ലാം. അതാണ് സാറൊരു ഡോക്ടറല്ലേ, ഡോക്ടറല്ലേ സിമ്പിൾ ആയിട്ട് ലോജിക്കായിട്ട്. അല്ല, ഞാനൊരു മനുഷ്യനാണ്, എന്റെ തല വെട്ടിട്ട് ആനയുടെ തല വെക്കാൻ സാറിന് പറ്റുമോ ഇല്ലയോ? അതായത് അതൊക്കെ ഒരു ഞാൻ പറഞ്ഞേക്ക് പണ്ട് പുഷ്പക വിമാനം പറത്തിയെന്നൊക്കെ പറയുന്നുണ്ട് അന്ന്. അതിനെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പുഷ്പവിമാനം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ അതിനുശേഷം വിമാനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കുന്നതിൻ്റെ മേലെ അതൊരു അന്ന് കാലത്ത് അത് എഴുതി വെച്ചാൽ മിത്തോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കടന്നു പോകാതെ അതിന്റെ നല്ല വശങ്ങൾ മാത്രം വിശ്വാസികൾക്ക് ഗണപതിയുടെ അടുത്ത് പോയിട്ട് എന്ത് ദുഃഖം പറഞ്ഞാലും ഗണപതിയുടെ അടുത്ത് പോയിട്ട് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറ്റി കൊടുക്കുന്ന വിഘ്നങ്ങൾ മാറ്റി കൊടുക്കും. അങ്ങനെ ഉള്ളപ്പോ തന്നെ ഞാൻ പറഞ്ഞത്, വിഘ്നേശ്വരനായ ഒരാള് നമ്മൾ അൾട്ടിമേറ്റ് ദൈവമായിരിക്കാം അങ്ങനെയൊക്കെ തോന്നുമ്പോ പോലും അതൊരു അതൊരു ജീവിയാണ്. അല്ല, ആ ജീവിനോട് നമ്മളിപ്പോ കാട്ടുപന്നി ഭൂഗോളം താങ്ങി നിൽക്കുന്ന കാട്ടുപന്നിയാണ് നമ്മുടെ പുരാണത്തിൽ മാത്രം. അത് പുരാണത്തില്. എന്നിട്ട് അപ്പൊ അതിനെ ജീവിപ്പിക്കാൻ കൂടി അനുവദിക്കണില്ല, വെടിവെച്ചുമില്ല. അതിനൊന്നും ആരും ദുഃഖം കാണിക്കണില്ല. വളരെ സന്തോഷമായിട്ട് 100 തന്നെ വെടിവെച്ചു. അത് കണക്കെടുക്കണുള്ളൂ, വെടിവെച്ച് കൊന്നിട്ട്. ഇവിടെ നമ്മൾ ആനനെ ആരെന്താ ചെയ്യണം? ഇനി പശുവിനെ നമ്മൾ വളർത്തുന്നു, കറവ് നിന്നാ വെട്ടാൻ കൊടുക്കും ഇറച്ചിക്ക്. പക്ഷെ ആനനെ ആരതൊക്കെ ചെയ്യണം? അപ്പൊ ഇതെന്താ പറയുക, നമ്മള് മൃഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ഒരു മൃഗത്തിനെ മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റു മൃഗത്തിനെ അവർക്ക് ഈ ചിക്കൻ നന്നായി കടിച്ചു വലിച്ചിട്ടാണ് അവര് കോഴിയെ കുറിച്ച് പറയുന്നത്. ആണ് നമ്മുടെ ലോകം അങ്ങനെയാ. നമ്മള് ഇതില് നമുക്ക് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ആന കാട്ടിലെ ആനനെ നമ്മൾ തൊടാൻ പോകുന്നില്ല. അവൻ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ. അവൻ അവിടെ പറ്റാതെ വരുമ്പോഴാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് അതിനെ പിടിച്ചിട്ട് നമ്മൾ ക്യാമ്പുകളിൽ സൂക്ഷിക്കുന്നതും. പിന്നെ അവനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫോറസ്റ്റിൽ തന്നെ ഇനി വരുന്ന മറ്റുള്ള മൃഗങ്ങൾ ഓടിക്കാനായിട്ടാണ്. ഇപ്പോൾ ആസാമിലൊക്കെ എലഫന്റ് ആണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അല്ലാണ്ട് അവർ കാട്ടിനുള്ളിലൂടെ പോകണമെങ്കിൽ ആനപ്പുറത്ത് പോകാം. എന്നിട്ട് മറ്റുള്ള പോച്ചേഴ്സിനെ എല്ലാവരും അതും സെക്യൂരിറ്റി പ്രോബ്ലമാണ്. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല. തന്നെ എഴുന്നള്ളിപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കണം. ആനയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, കൃത്യമായിട്ട് പരിപാലിക്കണം. ഇത് ചെയ്യാത്തോടത്തോളം കാലം ക്രൂവൽറ്റി എന്ന് പറയാം.